1995 പുറത്തു വന്ന സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവിയാണ് സ്പീഷ്യസ്. അക്കാലത്ത് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു ക്രീച്ചർ മൂവി കൂടിയാണിത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മൂവിയിലോട്ട് പോകാം. കഴിഞ്ഞ 30 വർഷമായിട്ട് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റേഡിയോ ടെലസ്കോപ്പ് ഉപയോഗിച്ച് സ്പേസിൽ എവിടെയെങ്കിലും ഏലിയൻ സിവിലൈസേഷൻ ഉണ്ടോ എന്ന് US ഗവൺമെൻറ് കീഴിലുള്ള ഒരു ടീം സെർച്ച് ചെയ്യുന്നുണ്ട്. SETI പ്രോജക്ട് ലാബ്. അവിടെ ഒരു ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു പെൺകുട്ടിയെ ഒരു ചേമ്പറിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. സയന്റിസ്റ്റുകൾ അവളുടെ ചേമ്പറിനുള്ളിലേക്ക് പോയിസൺ ഗ്യാസ് തുറന്നു വിടുന്നുണ്ട്. തന്നെ രക്ഷിക്കാൻ അപേക്ഷയോടുകൂടി ആ പെൺകുട്ടി മുകളിലേക്ക് നോക്കി. അവിടെ പ്രോജക്റ്റിന്റെ ഹെഡായ സയന്റിസ്റ്റ് സേവിയർ നിസ്സഹായതയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഗവൺമെന്റ് ഓർഡറാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. ഗ്യാസ് ആ ചേമ്പറിനുള്ളിൽ നിറഞ്ഞതും പെട്ടെന്നാണ് ചേമ്പറിന്റെ ഗ്ലാസ് തകർത്തുകൊണ്ട് ആ പെൺകുട്ടി പുറത്തേക്ക് ചാടിയത്. പോയിസൺ ഗ്യാസ് അവിടമാകെ പടർന്നതും ചുറ്റുമുള്ള സയന്റിസ്റ്റുകൾ ബോധരഹിതരായി. സേവിയർ അപകട മുന്നറിയിപ്പ് ഉടനെ കൊടുത്തുവെങ്കിലും ആ പെൺകുട്ടി നിമിഷ നേരം കൊണ്ട് ലാബിന്റെ പുറം ചുമരുകൾക്ക് പുറത്തെത്തി കഴിഞ്ഞിരുന്നു. അവൾക്ക് പിന്നാലെ അവളെ തിരഞ്ഞുകൊണ്ട് ഒരു US മിലിറ്ററി ടീം തന്നെ ഉണ്ട്. ഹെലികോപ്റ്ററുകൾ അവളെ അന്വേഷിച്ച് തലങ്ങും വിലങ്ങും പാഞ്ഞു. ഇതേസമയം പെൺകുട്ടിയാകട്ടെ അതുവഴി പോയ ഒരു ട്രെയിനുള്ളിലേക്ക് ചാടിക്കയറി. അതൊരു ഗുഡ്സ് ട്രെയിനായിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവൾ അവിടെ കിടന്നൊന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് അവൾക്ക് നേരെ ഏതൊരു ആക്രമി പല്ലിളിച്ചുകൊണ്ട് വന്നു. അത് കണ്ടതും പേടിച്ചുകൊണ്ട് അവൾ ചാടി എഴുന്നേറ്റു. മിലിറ്ററി ടീം അവളെ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നേരം പുലരുകയും ചെയ്തു. ലാബിൽ നിന്നും അവൾ രക്ഷപ്പെട്ട സമയത്ത് ഇതുവഴി നിരവധി ട്രെയിനുകൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ കയറി അവൾ ഇവിടം വിട്ട് പോയിട്ടുണ്ടാകുമെന്ന് സേവിയർ തന്റെ ടീമിനോട് പറയുകയും ചെയ്തു. ആ പെൺകുട്ടിക്ക് സിൽ എന്ന പേരാണ് സയന്റിസ്റ്റുകൾ നൽകിയിരുന്നത്. ലാബിൽ നിന്നും വളരെ അകലെയുള്ള സ്റ്റേഷനിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തതും സിൽ അതിനുള്ളിൽ നിന്നും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവൾ സ്റ്റേഷനുള്ളിലെ ഷോപ്പിനുള്ളിലേക്ക് കയറി. അവൾക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. പക്ഷെ അവിടമാകെ ചുറ്റിക്കറങ്ങി അവൾ ചുറ്റുമുള്ളതൊക്കെ നിരീക്ഷിക്കുന്നുമുണ്ട്. ഷോപ്പ് ഓണർ തന്നെ ശ്രദ്ധിക്കുന്ന കണ്ട സിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് മുന്നിൽ കണ്ട ആരുടെ ഒരു പെട്ടിയും എടുത്തുകൊണ്ട് തൊട്ടടുത്ത ട്രെയിനുള്ളിലേക്ക് പതുക്കെ കയറി. സിൽ എടുത്തുകൊണ്ടുവന്ന പെട്ടിക്കുള്ളിൽ ഒരു വീഡിയോ പ്ലെയറും കുറച്ച് പുസ്തകങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡ് അന്വേഷിച്ചവൾ ഒടുവിൽ പാൻട്രി കമ്പാർട്ട്മെന്റിലെത്തി. അവിടുത്തെ ഗാർഡിന്റെ കണ്ണു വെട്ടിച്ച് പെട്ടിക്കുള്ളിലെ ക്യാഷ് മാത്രമല്ല അവൾക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസും അവൾ അവിടെ നിന്ന് അടിച്ചു മാറ്റുകയുണ്ടായി. മറ്റാരുമില്ലാത്തൊരു കൂപ്പയ്ക്കുള്ളിൽ കയറി താൻ എടുത്തുകൊണ്ടുവന്ന ഫുഡ് കഴിക്കാൻ തുടങ്ങിയതും അവിടേക്ക് ടിക്കറ്റ് കളക്ടറായ ലേഡി എത്തിയിട്ട് അവൾ ഒരു ടിക്കറ്റ് ആവശ്യപ്പെട്ടു. കുട്ടിയെ സില്ലിനോട് ഒറ്റയ്ക്കാണോ യാത്ര എന്ന് മാത്രം ചോദിച്ച ശേഷം ആ ലേഡി അവൾക്ക് ടിക്കറ്റ് നൽകി അവിടെ നിന്ന് തിരികെ പോയി. പാൻട്രി കമ്പാർട്ട്മെന്റിൽ നിന്നും അടിച്ചുമാറ്റിയ ക്യാഷ് സില്ലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾക്ക് ടിക്കറ്റിന് കാശ് കൊടുക്കാൻ സാധിച്ചു. ഇതേസമയം സേവിയറും ടീമും സില്ലിനെ അന്വേഷിച്ച് അവൾ നേരത്തെ വന്നിറങ്ങിയ ഗുഡ്സ് ട്രെയിനിന്റെ അടുക്കലെത്തി. അവിടെ ഒരു ബോഗിക്കുള്ളിൽ അവർക്ക് കാണാൻ കഴിഞ്ഞതോ കഴുത്തും നടുവും ഒടിഞ്ഞു ചത്തു കിടക്കുന്ന ഒരാളെയാണ്. അവിടെ നിന്ന് അവർക്ക് ലഭിച്ച DNA സാമ്പിളുകൾ സില്ലിന്റെ ആണെന്ന് മനസ്സിലാക്കിയ സേവിയറിനോട് ടീമിലെ മറ്റംഗങ്ങൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് മറ്റു ട്രെയിനുകളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് അവളെ പിടിക്കാം. പക്ഷെ സേവിയർ അവരോട് പറഞ്ഞതോ, അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ ലോക്കൽ പോലീസിന്റെയും ജനങ്ങളുടെയും ആയിരക്കണക്കിന് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് അവളെ പിടിക്കാൻ നല്ലൊരു സ്പെഷ്യൽ ടീമിനെയാണ് ആവശ്യം. കഴിഞ്ഞ രാത്രിയിൽ സിലിനെ ആക്രമിക്കാൻ വന്നവനെയാണ് അവൾ നാലായിട്ടൊടിച്ച് ഒരു മൂലയ്ക്ക് ഇട്ടേക്കുന്നത്. ഒരു ബാഡ് ഡ്രീം കണ്ട് ഞെട്ടിയുണർന്ന സിൽ തന്റെ മുന്നിലുണ്ടായിരുന്ന ബാക്കി ഫുഡും അകത്താക്കി. അവിടമാകെ ഫുഡ് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരുന്നു. പെട്ടെന്ന് സില്ലിന്റെ സ്കിന്നിന്റെ അടിയിൽ നിന്നും എന്തോ പുറത്തേക്ക് വരാൻ തുടങ്ങി. വേദന കൊണ്ട് പുളഞ്ഞവൾ നേരെ കൂപ്പയ്ക്കുള്ളിലെ ടോയ്ലറ്റിലേക്കാണ് പോയത്. എന്നിട്ടവൾ അവിടെയുള്ള കണ്ണാടിയിലേക്ക് നോക്കി. അവളുടെ മുഖത്തു നിന്നും കയ്യിൽ നിന്നുമെല്ലാം നിരവധി ടെന്റക്കിൾസുകൾ സ്കിൻ പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. വേദന കൊണ്ട് അവൾ അലറി വിളിക്കുന്നുണ്ട്. ആ ടെന്റക്കിൾസുകൾ അവളെ ചുറ്റി വരിഞ്ഞ് ടോയ്ലറ്റിന്റെ മുകളിലുള്ള ഒരു കോർണറിലേക്ക് കൊണ്ടുപോയി വെച്ചു. ഇതേ സമയം സേവിയറിന്റെ ആവശ്യപ്രകാരം ക്രിയേറ്റ് ചെയ്ത സ്പെഷ്യൽ ടീം അദ്ദേഹത്തെ കാത്ത് SETIയിലെ ഓഫീസിൽ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ടീമിൽ 4 പേരാണുള്ളത്. FBI ഏജന്റായ പ്രീസ്റ്റൺ, ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ സ്റ്റീഫൻ, മോളിക്കുലർ ബയോളജിസ്റ്റായ ഡോക്ടർ ലോറ, പിന്നെ ഡാൻ എന്ന എമ്പതും. ഡാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഉണ്ട്. മറ്റുള്ളവരുടെ ഫീലിംഗ്സ് അവന് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് തങ്ങളെല്ലാം ഇവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നതെന്ന് ഈ 4 പേർക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. രാത്രി വളരെ ലേറ്റായിട്ട് പോലും സിലിന്റെ വീഡിയോ പ്ലെയറിലെ ശബ്ദം കേൾക്കുന്നുമുണ്ട്. അവളുടെ കൂപ്പയ്ക്കുള്ളിലേക്ക് വന്ന ടിക്കറ്റ് കളക്ടർക്ക് അവിടെ അവളെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ മാകെ ഫുഡ് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന കണ്ട അവർ ടോയ്ലറ്റിനുള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടതും പതുക്കെ അതിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. മങ്ങിയ വെളിച്ചത്തിൽ അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് പ്യൂപ്പ പോലുള്ള എന്തോ ഒന്ന് അതിനുള്ളിൽ തൂങ്ങിക്കിടക്കുന്നതാണ്. അവിടെ മാകെ വേദികൾ പോലെ ടെന്റക്കിൾസുകൾ പടർന്നു കിടപ്പുണ്ട്. ഹാർട്ട് ബീറ്റ് പോലെ അവളെ കണ്ടത് തുടിക്കുന്നുണ്ട്. പതുക്കെ അതിന്റെ അടുക്കിലേക്ക് പോയതേ അവൾക്ക് ഓർമ്മയുള്ളൂ. അതിനുള്ളിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് വന്ന് അവളെ കഴുത്തിൽ പിടിച്ച് അകത്തേക്ക് ഒറ്റ വടി. ട്രെയിനിന്റെ വേഗതയിൽ ആ ലേഡിയുടെ കരച്ചിൽ പുറത്താരും കേട്ടതേയില്ല. തന്റെ ന്യൂ ടീമിനെ മീറ്റ് ചെയ്യാൻ സേവിയർ SETIയിലെത്തി. എല്ലാവരോടും തന്നെ പരിചയപ്പെടുത്തിയ ശേഷം അയാൾ കാര്യത്തിലേക്ക് കടന്നു. 1974 SETI ടീം ഔട്ടർ സ്പേസിലേക്ക് ചില ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് ഒരു മെസ്സേജ് അയച്ചു. മറ്റേതെങ്കിലും പ്ലാനറ്റിലുള്ള ഏലിയനുകൾ ഇത് റിസീവ് ചെയ്ത് നമ്മളെ എന്തെങ്കിലും തിരിച്ചു കോൺടാക്ട് ചെയ്യുമെന്ന് കരുതിയാണ്. വർഷങ്ങൾ കഴിഞ്ഞുപോയി. 1993 ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ അൺനോൺ സോഴ്സിൽ നിന്നും ഞങ്ങൾക്കൊരു മെസ്സേജ് വരികയുണ്ടായി. അതിൽ 2 മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തേത് മീഥേൻ യൂസ് ചെയ്ത് എൻഡ്ലെസ് ആയിട്ടുള്ള ഫ്യൂൽ ഉണ്ടാക്കുന്ന രീതിയായിരുന്നു.
ഇതൊരു ഫ്രണ്ട്ലി ട്രാൻസ്മിഷൻ ആണെന്ന് ഇതോടെ സയൻറ്റിസ്റ്റുകൾ കണക്ക് കൂട്ടി. രണ്ടാമത്തെ ട്രാൻസ്മിഷനിൽ ഹ്യൂമൻ DNA സ്പ്ലിറ്റ് ചെയ്ത് അതിൽ ഏലിയനുകൾ അയച്ചു തന്ന ഏലിയൻ DNA കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി എക്സ്ട്രാ ഓർഡിനറി പവറുള്ള ഹ്യൂമനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നായിരുന്നു. അതേ തുടർന്ന് 100ഓളം ഹ്യൂമൻ ഓവകളിൽ ആ പരീക്ഷണം നടത്തുകയുണ്ടായി. ഒടുവിൽ ആ പരീക്ഷണം വിജയിക്കുകയും ചെയ്തു. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമനാണ് സിൽ എന്ന പെൺകുട്ടി. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് കാഴ്ചയിൽ 12 വയസ്സിന്റെ വളർച്ചയുണ്ട്. പക്ഷേ വെറും 3 മാസം കൊണ്ടാണ് അവൾക്ക് ആ വളർച്ച ഉണ്ടായത് തന്നെ. ഇവരുടെ എക്സ്പെരിമെന്റ് വീഡിയോകളെല്ലാം സേവർ തന്റെ ടീമിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു സിൽ. അവളൊരു മനുഷ്യ സ്ത്രീയെ അല്ല, കാഴ്ചയിൽ മാത്രം മനുഷ്യരൂപമുള്ള മുഴുവനായിട്ടുള്ള ഒരു ഏലിയനായിരുന്നു അവൾ. ഇത് മനസ്സിലാക്കിയതും ഗവൺമെന്റ് ഈ പ്രോജക്ട് ഡ്രോപ്പ് ചെയ്യാൻ ഉത്തരവിട്ടു. ചേംബറിൽ വെച്ചിരുന്ന സില്ലിനെ പോയിസൺ ഗ്യാസ് കടത്തിയിട്ട് കൊല്ലാനുള്ള പ്ലാൻ പരാജയപ്പെട്ടുപോയി. ആ ചേംബർ തകർത്തുകൊണ്ട് അവൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി. ഇതേ സമയം ട്രെയിനിലെ ടോയ്ലറ്റുള്ളിലെ ആ പ്യൂപ്പക്കുള്ളിൽ നിന്നും പൂർണ്ണ വളർച്ചയെത്തിയ സിൽ പുറത്തേക്ക് വന്നു. വീഡിയോയിലെ സില്ലിന്റെ മുഖഭാവങ്ങൾ കണ്ട് ഡാൻ അവളുടെ മൈൻഡ് റീഡ് ചെയ്ത ശേഷം മറ്റുള്ളവരോടായി പറയുകയുണ്ടായി. അവളൊരു പ്രൊഡക്ടറാണ്, തന്റെ മുന്നിൽ വരുന്ന എന്തിനേയും ഇരയാക്കുന്ന പ്രൊഡക്ടർ. ഇത് കേട്ടുന്ന സേവർ അവരോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിന്റെ ബോഗിക്കുള്ളിൽ നിന്നും 3 ഒടിഞ്ഞു മടങ്ങിയ നിലയിൽ ഒരു ബോഡി കിട്ടുകയുണ്ടായി. ആ കൊലയ്ക്ക് പിന്നിൽ സില്ലാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ കൂടുതൽ അപകടകാരിയാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവളെ പിടികൂടണം. ഇതെല്ലാം കേട്ടിട്ട് എന്താണ് പ്രിസ്റ്റന്റെ അഭിപ്രായമെന്ന് സേവർ അവനോട് ചോദിച്ചു. ഔട്ടർ സ്പേസിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നിങ്ങൾ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തി ഒരു മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്തു. അതിപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി മനുഷ്യരെ കൊന്നു തുടങ്ങി. എത്രയും പെട്ടെന്ന് ആ ക്രീച്ചറിനെ കൊല്ലുക എന്നതാണ് എന്റെ പ്ലാൻ. ഇതായിരുന്നു പ്രിസ്റ്റന്റെ മറുപടി. പക്ഷെ ലോറയ്ക്ക് സില്ലിനെ ജീവനോടെ പിടികൂടി പരീക്ഷണങ്ങൾ നടത്താനായിരുന്നു താല്പര്യം. ആരും കണ്ടാൽ മോഹിക്കുന്ന ഒരു യുവതിയെ മാറിക്കഴിഞ്ഞിരിക്കുന്ന സില്ലിപ്പോൾ ലോസ് ഏഞ്ചൽസിൽ ട്രെയിൻ ഇറങ്ങി അവൾ സെറ്റിക്കുള്ളിലെ തിരക്കിലേക്ക് ഊർന്നിറങ്ങി. ടിക്കറ്റ് കളക്ടറുടെ മരണം പറഞ്ഞ് സേവറും ടീമും നേരെ അവിടേക്ക് തിരിച്ചു. കൊലപാതകം നടന്ന ആ കമ്പാർട്ട്മെന്റ് മാത്രം രഹസ്യമായിട്ട് ഒരിടത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പാർട്ട്മെന്റിലെ ടോയ്ലറ്റിനുള്ളിൽ കയറിയവർ കണ്ടത് അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്ന ടിക്കറ്റ് കളക്ടറെയാണ്. അതിനുള്ളിലാകെ ടെൻഡക്കിൾസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്. കൊക്കൂൺ പോലെ എന്തോ ഒന്ന് അവിടെ കണ്ട അവർ ഒരു നിഗമനത്തിലും എത്തി. സിൽ ഇപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു യുവതിയെ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. സാമ്പിളുകൾ ശേഖരിച്ച ശേഷം അതിനുള്ളിലെ തെളിവുകളെല്ലാം നശിപ്പിച്ചു കളയാൻ അവർ ഏർപ്പാടാക്കി. എന്നിട്ട് അവിടെ നിന്ന് അവർ തിരികെ പോന്നു. ഇതേ സമയം സില്ലാകട്ടെ തനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുത്ത് അതും അണിഞ്ഞിട്ടാണ് സിറ്റിയിൽ ചുറ്റിക്കറങ്ങുന്നത്. ഇവളുടെ കയ്യിൽ ടിക്കറ്റ് കളക്ടറുടെ ക്യാഷ് ബാഗ് മാത്രമല്ല ഉണ്ടായിരുന്നത്, അവരുടെ ക്രെഡിറ്റ് കാർഡും ഉണ്ടായിരുന്നു. ഓരോയിടത്ത് പോകുമ്പോഴും മനുഷ്യരുടെ ഓരോ രീതികൾ അവൾ എളുപ്പത്തിൽ പഠിക്കുന്നുണ്ട്. സീവർ തന്റെ ടീമുമായിട്ട് അവർക്ക് ഏർപ്പാടാക്കിയ ഹോട്ടലിലെത്തി. എല്ലാവരോടും 15 മിനിറ്റ് കഴിയുമ്പോൾ റെഡിയായിട്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോഴേക്കും ട്രെയിനിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്ത് ഇവിടേക്ക് എത്തും. അതുമായിട്ട് തൊട്ടടുത്ത ലാബിലേക്ക് പോകാമെന്ന് പറഞ്ഞു. തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയ സിൽ സിറ്റിയിലുള്ള ഒരു ഹോട്ടലിലെത്തി റൂം എടുത്തു. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ കുഴഞ്ഞു മറിയുന്നുണ്ട്. സേവിയർ ആകട്ടെ തന്റെ ടീമുമായിട്ട് ലാബിൽ തങ്ങൾ കളക്ട് ചെയ്ത സാമ്പിളുകൾ വെച്ച് പരീക്ഷണം നടത്തുകയാണ്. വളരെ സേഫ് ആയിട്ടുള്ള ഒരു ചേമ്പറിനുള്ളിൽ സാമ്പിളുകൾ വെച്ച ശേഷം റോബോട്ട് ഹാൻഡ് ഉപയോഗിച്ചാണ് അവരുടെ പരീക്ഷണം. ഇതിനിടയ്ക്ക് ആ ചേമ്പറിനുള്ളിലെ മൈക്രോസ്കോപ്പിലെ ക്യാമറ കംപ്ലൈന്റ് ആയി. ടെക്നീഷ്യൻ വരാൻ ലേറ്റ് ആകുമെന്ന് അറിഞ്ഞതും അത് താൻ റെഡിയായിക്കൊള്ളാമെന്ന് പറഞ്ഞ് ലോറ ആ ചേമ്പറിനുള്ളിലേക്ക് പോയി. അവളുടെ കൂടെ സഹായത്തിന് പ്രിസ്റ്റനും ഉണ്ടായിരുന്നു. എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഡാൻ സേവിയറിനോട് പറഞ്ഞു. മൈക്രോസ്കോപ്പിൽ ക്യാമറ റീപ്ലേസ് ചെയ്തപ്പോഴാണ് സേവിയർ അത് ശ്രദ്ധിച്ചത്. ഏലിയൻ DNA മ്യൂട്ടേഷൻ ആകാൻ തുടങ്ങിയെന്ന്. എത്രയും പെട്ടെന്ന് മൈക്രോസ്കോപ്പിന് ഗ്ലാസ് ഡോർ ലോക്ക് ചെയ്തിട്ട് ചേമ്പറിൽ നിന്നും പുറത്തേക്ക് വരാൻ സേവിയർ അവരുടെ മൈക്കിൽ കൂടി വിളിച്ചു പറഞ്ഞു. ഗ്ലാസ് ഡോർ ലോക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ 2 ലോക്കുകളിൽ ഒന്ന് പ്രിസ്റ്റന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. അതവർക്ക് തിരികെ എടുക്കാൻ കഴിയാത്ത രീതിയിൽ ഫ്ലോർ നെറ്റിന് ഇടയിലേക്കാണ് വീണു പോയിരുന്നത്. ലാബിലാകെ അപകട സൈറൻ മുഴങ്ങി. മൈക്രോസ്കോപ്പിൽ ആ സാമ്പിളിന് വളരെ പെട്ടെന്ന് മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്ലാസ് ഡോർ ക്ലോസ് ചെയ്യാതെ 2 പേർക്കും പുറത്തേക്ക് കടക്കാൻ സാധിക്കത്തില്ല. 2 പേരും ചേമ്പറിന്റെ ഡോർ തുറക്കാൻ സേവിയറിനോട് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അയാൾ ആ വാതിൽ തുറക്കുന്നതേയില്ല. അതിന് കാരണം മൈക്രോസ്കോപ്പിൽ സാമ്പിൾ ഇരിക്കുന്ന ഗ്ലാസ് ഡോർ ലോക്ക് ആകാത്തത് കൊണ്ടായിരുന്നു. ഏതെങ്കിലും കാരണവശാൽ അതിനുള്ളിൽ മ്യൂട്ടേഷൻ സംഭവിച്ച ഏലിയൻ പുറത്തെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ദുരന്തങ്ങൾ സംഭവിക്കും. അതിനു പകരം ഇവർ 2 പേരുടെയും ജീവൻ പണയം വെക്കാനാണ് സേവിയറിന്റെ തീരുമാനം. ചേമ്പറിലെ ഡോർ തുറക്കാത്തോണ്ട് പ്രിസ്റ്റൻ സേവിയറിനെ പച്ച തെറി വിളിക്കുന്നുണ്ട്. മൈക്രോസ്കോപ്പ് ഇരിക്കുന്ന ഗ്ലാസ് ബോക്സിൽ നിന്ന് ആ ഏലിയൻ പുറത്തേക്ക് ചാടി. 2 മിനിറ്റിനുള്ളിൽ ആ ഏലിയനെ പ്രിസ്റ്റൻ വകവരുത്തുകയാണെങ്കിൽ ഡോർ ഓപ്പൺ ആക്കാമെന്ന് സേവിയർ വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ ഏലിയനോടൊപ്പം അവർ 2 പേരും ആ ചേമ്പറിനുള്ളിൽ കിടന്ന് ഇരിഞ്ഞമരും. ഉടനെ തന്നെ പ്രിസ്റ്റൻ ചേമ്പറിനുള്ളിൽ ഒരു അയൺ പൈപ്പ് ഇളക്കിയെടുത്ത് ആ ഏലിയനെ ആക്രമിച്ചു. ഒടുവിൽ അത് ചത്തെന്ന് മനസ്സിലാക്കിയതും ഡോർ ഓപ്പൺ ആക്കാൻ അവൻ സേവിയറിനോട് വിളിച്ചു പറഞ്ഞു. സേവിയർ ഡോർ ഓപ്പൺ ആക്കാൻ തുടങ്ങിയതും അനക്കമില്ലാതെ കിടന്ന ഏലിയന് വീണ്ടും മ്യൂട്ടേഷൻ സംഭവിച്ചത് വളരാൻ തുടങ്ങി. സേവിയർ ഡോർ തുറക്കാത്തത് കണ്ട ഡാൻ ആകട്ടെ അയാളെ തള്ളിമാറ്റി. ഉടനെ തന്നെ സ്റ്റീഫൻ ആകട്ടെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണിൽ അമർത്തുകയും ചെയ്തു. ഒരു നിമിഷം പോലും പാഴാക്കാതെ ലോറിയും പ്രീസ്റ്റനും ചേമ്പറിന്റെ പുറത്തേക്ക് ഇറങ്ങി ഡോർ ക്ലോസ് ചെയ്തതും പെട്ടെന്ന് തന്നെ ചേമ്പറിനുള്ളിൽ തീ ആളിപ്പറന്നു. അതോടെ ആ ഏലിയനും ഇരിഞ്ഞ് ചാരമായി തീരുകയും ചെയ്തു. ഹോട്ടൽ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സിലിന്റെ മനസ്സിൽ തനിക്ക് പറ്റിയ ഒരു പുരുഷനെ കണ്ടെത്തണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമായിരുന്നു. ഹോട്ടൽ ഓണറായി അവൾ ഇക്കാര്യം പറയുകയും ചെയ്തു. തൊട്ടടുത്തുള്ള ക്ലബിന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്ത അയാൾ അവൾ പോകുന്നതിന് മുന്നേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് സ്വിപ്പ് ചെയ്യാൻ പറഞ്ഞു. സിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് കളറുടെ കാർഡ് സ്വിപ്പ് ചെയ്ത ശേഷം ക്ലബിലേക്ക് പോയി. ക്ലബിലെത്തിയ സിൽ
തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യുവാവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കെ ഇവർക്കിടയിലേക്ക് ഒരു ലേഡി കടന്നു വന്നു. അതോടെ സിലിനെ മൈൻഡ് ചെയ്യാതെ അവൻ അവളുടെ കൂടെ പോയി. ഫ്രഷാകാൻ വേണ്ടി യുവതി ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ അവളുടെ പിന്നാലെ പോയി സില്ലാകട്ടെ ടോയ്ലറ്റിനുള്ളിൽ വെച്ച് ആരും കാണാതെ അവളുടെ കഥ കഴിച്ചു. ടിക്കറ്റ് കളക്ടറുടെ കാർഡ് ആര് യൂസ് ചെയ്തു എന്നറിഞ്ഞ സേവ്യർ അത് സില്ലാണെന്ന് ഉറപ്പിച്ച ശേഷം തന്റെ ടീമിനെയും കൂട്ടി ആ ഹോട്ടലിലേക്ക് തിരിച്ചു. സിൽ താമസിച്ചിരുന്ന ഹോട്ടലിലെത്തിയ സേവ്യറും ടീമും അവിടെയുള്ള CCTV ഫൂട്ടേജിൽ നിന്നും സിലിന്റെ വിഷ്വൽ കാണാൻ കഴിഞ്ഞുവെങ്കിലും വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലാത്തതിനാൽ അവർക്ക് അവളുടെ ഫേസ് തിരിച്ചറിയാൻ സാധിച്ചില്ല. തൊട്ടടുത്തുള്ള ക്ലബിലേക്കാണ് അവൾ പോയെന്ന് മനസ്സിലാക്കിയവർ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേയായി സിലിന്റെ CCTV ഫൂട്ടേജ് കൂടി ഓണോടെ കയ്യിൽ നിന്നും വാങ്ങി. അപ്പോഴേക്കും സിൽ തനിക്ക് പറ്റിയൊരു പുരുഷനെ ആ ക്ലബിൽ നിന്നും സെലക്ടും ചെയ്തു. ഇതേ സമയം വാഷ്റൂമിലേക്ക് പോയ ലേഡി അതിനുള്ളിൽ ബ്ലഡ് കിടക്കുന്ന കണ്ട് പേടിച്ച് അലറി വിളിച്ചു. സേവ്യറും ടീമും ക്ലബിലേക്ക് പാഞ്ഞെത്തിയപ്പോഴേക്കും സിലിന്റെ സൗന്ദര്യത്തിൽ മങ്ങിയ റോബിൻ എന്ന യുവാവ് അവളെയും കൊണ്ട് തന്റെ കാലിൽ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ക്ലബിനുള്ളിൽ മുഴുവൻ തിരഞ്ഞെങ്കിലും അവർക്ക് സിൽ കൊലപ്പെടുത്തിയ ലേഡിയുടെ ഡെഡ് ബോഡി അല്ലാതെ മറ്റൊന്നും അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ഇവിടെ നിന്നും അവൾ രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കിയവർ അവിടെ ഉണ്ടായിരുന്ന ബോൺസൽമാരുടെ പക്കൽ നിന്നും സിലിനെ പുറത്തേക്ക് കൊണ്ടുപോയ റോബിന്റെ അഡ്രസ് കളക്ട് ചെയ്ത ശേഷം നേരെ അവന്റെ വീട്ടിലോട്ടാണ് പോയത്. റോബിനോടൊപ്പം അവന്റെ വീട്ടിലെത്തിയ സിലിന് പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട് അവനോടുള്ള താല്പര്യം ഇല്ലാതായി. തന്നെ തിരികെ ക്ലബിലേക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്യാൻ അവൾ അവനോടായി പറഞ്ഞു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ റോബിൻ അവളോട് ഇടപഴകാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ സിൽ അവന്റെ കഥയും കഴിച്ചു. സേവ്യറും ടീമും അവിടെ എത്തിയപ്പോഴേക്കും സിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം റോബിനോടൊപ്പം ഇവിടെ എത്തിയ സിൽ എന്തിനായിരിക്കണം അവനെ കൊന്നിട്ടുണ്ടാവുക? സേവ്യർ ഈ കാര്യം തന്റെ ടീം മെമ്പേഴ്സിനോട് ഡിസ്കസ് ചെയ്തു. ഡാൻ ആയിരുന്നു ആ ചോദ്യത്തിന് ശരിയായ ആൻസർ നൽകിയത്. ഫിസിക്കൽ റിലേഷന് താല്പര്യമില്ലാത്ത സിലിനോട് ബലപ്രയോഗം കാണിച്ചത് കൊണ്ടായിരിക്കാം അവൾ അവനെ കൊന്നിട്ടുണ്ടാവുക. അത് മാത്രമല്ല സിൽ ഇവനെ ഒഴിവാക്കാൻ തക്കതായ കാരണങ്ങൾ വല്ലതും ഉണ്ടാകാം. അതിനുള്ളിൽ തിരയുന്നിടയിൽ അവർക്ക് അവിടെ നിന്ന് സിറിഞ്ചും ചില മെഡിസിനുകളും കിട്ടി. എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം കൊല്ലപ്പെട്ടു കിടക്കുന്ന യുവാവിന്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് സിൽ ഇവനെ ഒഴിവാക്കിയത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ തേടി നടക്കുന്ന അവളുടെ ലക്ഷ്യം തന്റെ വംശാവലി എത്രയും പെട്ടെന്ന് നിലനിർത്തുക എന്നതാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് അവളെ പിടികൂടണം. റോബിന്റെ കാറുമായിട്ടായിരുന്നു സിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. കാറിന്റെ ഫ്യൂവൽ തീർന്നതും അവൾ അതിൽ നിന്ന് ഇറങ്ങി തന്റെ ഇണയെ തേടി നടന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു സിലിനെ ഒരു കാർ ഇടിച്ച് തെറിപ്പിച്ചത്. എന്നിട്ടവൻ നിർത്താതെ അവിടെ നിന്ന് ഓടിച്ചും പോയി. ഫ്യൂവൽ തീർന്ന് റോഡിൽ കിടന്ന റോബിന്റെ കാർ കണ്ടെത്തിയ വിവരം അറിഞ്ഞ സേവർ തന്റെ ടീമിനെയും കൂട്ടി അങ്ങോട്ടേക്ക് തിരിച്ചു. സാരമായി പരിക്കു പറ്റിയ സിലിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ജോൺ എന്ന യുവാവാണ്. സിലിന്റെ മുതുകത്ത് നല്ല പരിക്കുണ്ട്. ഡോക്ടർ നോക്കി നിൽക്കെ അവളുടെ പരിക്കുകൾ നിമിഷ നേരം കൊണ്ട് ശരിയായി. അയാൾ അത് കണ്ട് അന്തം വിട്ട് നിൽക്കെ സിൽ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. വലിയ പരിക്കുകളോടെ താൻ കൊണ്ടുവന്ന യുവതി കൂളായിട്ട് പുറത്തേക്ക് വരുന്ന കണ്ട ജോണിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. തനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ സിൽ ജോണിനെയും കൂട്ടി അവിടെ നിന്ന് പോയി. റോബിന്റെ കാർ പരിശോധിക്കുന്നിടയിൽ സേവ്യറിന്റെ ടീമിന് ഒരു കോൾ വന്നു. സിലിനെ പരിശോധിച്ച ഡോക്ടറെ കോൾ ആയിരുന്നു അത്. ഉടനെ തന്നെ പ്രിസ്റ്റനും ലോറയും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയവർ സില്ലായിരുന്നു അവിടെ നേരത്തെ വന്നിരുന്നെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവളെ അവിടെ അഡ്മിറ്റ് ചെയ്ത യുവാവിന്റെ ഡീറ്റെയിൽസ് ഹോസ്പിറ്റൽ റെക്കോർഡിൽ നിന്നും കളക്ട് ചെയ്ത അവർ ഉടനെ തന്നെ അവനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി. അതിന് കാരണം സിലിന്റെ കൂടെയുള്ള ജോൺ അറിയില്ല തന്റെ കൂടെയുള്ളത് എന്തിനും മടിക്കാത്തൊരു മോൺസ്റ്റർ ആണെന്നുള്ള കാര്യം. ജോണുമായിട്ട് അടുത്ത് ഇടപഴകാൻ തുടങ്ങിയ സിലിന് താൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പുരുഷനെയാണെന്ന് മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും പുറത്ത് ക്രിസ്റ്റൻ തന്റെ ടീമുമായിട്ട് എത്തിയിരുന്നു. കോളിംബൽ കേട്ട് സിലിന്റെ അടുത്ത് നിന്നും പുറത്തേക്ക് പോകാൻ തുടങ്ങിയ ജോണിനോട് അവൾ തനിക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞു. അത് കേട്ട് ഞെട്ടി ജോൺ തനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇതോടുകൂടി സിൽ തന്റെ തനി സ്വരൂപമെടുത്ത് ജോണിനെ സ്വിമ്മിംഗ് പൂളിൽ മുക്കിക്കൊന്നു. പ്രീസ്റ്റൻ തന്റെ ടീമുമായിട്ട് വീട്ടിനുള്ളിൽ എത്തിയപ്പോഴേക്കും സിൽ അവിടെ നിന്ന് ആരും കാണാതെ ഒരിടത്തേക്ക് പോയി ഒളിച്ചിരുന്നു. എല്ലാ തവണത്തെയും പോലെയും ഇവരെല്ലാം പറ്റിച്ചുകൊണ്ട് അവൾ അടുത്ത കൊലപാതകവും നടത്തി. എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് ഒളിച്ചിരുന്ന സിൽ തക്കം കിട്ടിയതും പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു യുവതിയുടെ കാറിൽ കയറിയിട്ട് താൻ ആപത്തിലാണ്, തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ തന്നെ സഹായിച്ച യുവതിയെ തന്നെ കാറിനുള്ളിൽ കെട്ടിയിട്ട ശേഷം അതേ കാറിൽ സേവ്യറിൻ ടീമിനെ അവൾ ഫോളോ ചെയ്തു. എന്നിട്ട് അവർ താമസിക്കുന്ന ഹോട്ടലിലും എത്തിയവൾ. അവിടെ വെച്ച് ക്രിസ്റ്റനെ അടുത്ത് കണ്ട സിൽ ഏതു വിധേനയും അവനെ സ്വന്തമാക്കാനായി ആഗ്രഹിച്ചു. തന്റെ പിന്നാലെ സേവ്യറിൻ ടീം ഉണ്ടെന്ന് മനസ്സിലാക്കിയവൾ അത് ഒഴിവാക്കാനായി ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. സേവ്യറിൻ ടീമും പല ക്ലബ്ബുകളിലും സിലിനെ തിരയുന്നുണ്ട്. ഒരു ക്ലബിനുള്ളിൽ ഇവർ വെയിറ്റ് ചെയ്യവേ ഡാൻ ആകട്ടെ സിലിന് പുറത്ത് എവിടെയുണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി. ക്ലബിന്റെ പുറത്തേക്ക് ഇറങ്ങിയ ഡാന്റെ മുന്നിലേക്ക് സിൽ വന്ന് നിൽക്കുകയും ചെയ്തു. അവളെ കണ്ടതും ഡാൻ സിൽ ഇവിടെ ഉണ്ടെന്ന് അലറി വിളിച്ചു. അപ്പോൾ തന്നെ സിൽ തന്റെ കാറും എടുത്ത വേഗത്തിൽ അവിടെ നിന്ന് ഓടിച്ചു പോയി. അവളുടെ പിന്നാലെ തന്നെ ക്രിസ്റ്റനും ലോറയും ഉണ്ട്. സിലിന്റെ കാറിനുള്ളിൽ അവൾ നേരത്തെ തന്നെ പിടിച്ചു വെച്ചിരുന്ന യുവതി കൂടിയുണ്ട്. അവളുടെ വായും കൈയും കെട്ടിയ നിലയിലായിരുന്നു. അതുമാത്രമല്ല കാറിനുള്ളിൽ നിറയെ ഫ്യൂൽ ക്യാനുകളും ഉണ്ടായിരുന്നു. ഇത്തവണ സിലിനെ പിടിച്ചേ തീരുവെന്ന നിലപാടിലായിരുന്നു ക്രിസ്റ്റൻ. അവർ അവളുടെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സിലിന്റെ കാർ ഒരു വളവിൽ നിന്നും താഴേക്ക് മറിഞ്ഞ ശേഷം പൊട്ടിത്തെറിച്ചുപോയി. കാർ പൊട്ടിത്തെറിക്കുന്ന മുന്നേ തന്നെ തന്റെ പ്ലാൻ പോലെ സിൽ അതിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ട് കളഞ്ഞു. സേവ്യറും ടീമും അവിടെ എത്തിയപ്പോഴേക്കും തീ പിടിച്ചെരിഞ്ഞ സിലിന്റെ കാറാണ് അവർക്ക് കാണാൻ സാധിച്ചത്. സിൽ പിടിച്ചു വെച്ചിരുന്ന യുവതിയും ആ കാറിനോടൊപ്പം ഇരിഞ്ഞടങ്ങി.
അത് സില്ലായിരുന്നു എന്ന് എല്ലാവരും കണക്ക് കൂട്ടുകയും ചെയ്തു. പക്ഷേ പ്രിസ്റ്റനും ലോറയ്ക്കും അക്കാര്യത്തിൽ എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് പോലെയാണ്. അവരുടെ സംശയം സേവിയർ അത്ര കാര്യമാക്കിയതേയില്ല. സില്ലിന്റെ പ്രോബ്ലം ഇതോടെ തീർന്നുവെന്ന് അയാളും വിധി എഴുതി. എല്ലാവരെയും താൻ കൊല്ലപ്പെട്ടു എന്ന് തെറ്റിദ്ധരിപ്പിച്ച സില്ലാകട്ടെ തന്നെ തിരിച്ചറിയാതിരിക്കാനായി ഹെയർ കളർ ചേഞ്ച് ചെയ്ത് ബ്ലാക്ക് ആക്കി മാറ്റി. ഇതേ സമയം ആക്സിഡന്റ് നടന്ന സ്ഥലത്തു നിന്നും സേവിയറും ടീമും തിരികെ തങ്ങളുടെ ഹോട്ടലിലും എത്തി. ഇതിനിടയിൽ പ്രിസ്റ്റനും ലോറയും തമ്മിൽ അടുപ്പത്തിലായി. റൂമിലേക്ക് പോകുന്നതിന് മുന്നേ അവൾ പ്രിസ്റ്റനെ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ റൂമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അത് മനസ്സിലാക്കിയ ഡാൻ അക്കാര്യം പ്രിസ്റ്റനോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞതും ലോറയ്ക്ക് പിന്നാലെ പ്രിസ്റ്റനും അവളുടെ റൂമിലേക്ക് പോയി. സ്റ്റീഫൻ അവിടെ ഉണ്ടായിരുന്ന ഒരു യുവതിയോട് അടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്തതേയില്ല. ഇതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതി അവൻ പതുക്കെ തിരികെ നടന്നു. പ്രിസ്റ്റനോടൊപ്പം ലിഫ്റ്റിൽ സില്ലും ഉണ്ടായിരുന്നു. സില്ലിന്റെ മുഖാമുഖം കണ്ടിട്ട് പോലും അവനത് ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവൾ ഇവിടെ വന്നേക്കുന്ന ലക്ഷ്യം തന്നെ പ്രിസ്റ്റനോടൊപ്പം ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാൻ വേണ്ടിയാണ്. അവളുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് പ്രിസ്റ്റൻ ലോറിയുടെ റൂമിലേക്കാണ് പോയത്. അവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻ പുറത്തുനിന്ന് മനസ്സിലാക്കിയ സില്ലാകട്ടെ തൊട്ടടുത്തുള്ള റൂമിന്റെ വാതിൽ തുറന്ന് അതിനകത്ത് കയറി പ്രിസ്റ്റന് വേണ്ടി വെയിറ്റ് ചെയ്തു. സ്റ്റീഫന്റെ റൂമായിരുന്നു അത്. തന്റെ റൂമിനുള്ളിൽ സുന്ദരിയായി ലേഡി നിൽക്കുന്നുണ്ട സ്റ്റീഫന് വിശ്വസിക്കാനേ സാധിച്ചില്ല. ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താൽ പോലും ഒരുത്തിയും എന്നെ മൈൻഡ് ചെയ്യാറില്ല. അപ്പോഴാണ് തന്റെ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്ത് സുന്ദരി നിൽക്കുന്നത്. താൻ അന്വേഷിച്ചു വന്ന ആളെയോ കിട്ടിയില്ല. അപ്പോഴാണ് ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത സ്റ്റീഫനെ ഒത്തുകിട്ടിയത്. അതോടെ അവൾ തന്റെ ഇണപ്പെരുപ്പത്തിനായി അവനെ സെലക്ട് ചെയ്തു. സിലിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഡാൻ ഉടനെ തന്നെ പ്രിസ്റ്റനെ തിരക്കി അവിടേക്ക് വന്നു. സിൽ സ്റ്റീഫന്റെ റൂമിനുള്ളിലാണ് മനസ്സിലാക്കിയതും ഡാൻ ഇക്കാര്യം പ്രിസ്റ്റനെയും ലോറയും അറിയിക്കുകയും ചെയ്തു. തന്റെ കൂടെയുള്ളത് തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഏലിയൻ ആണെന്ന് സ്റ്റീഫൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. സ്റ്റീഫനിൽ നിന്നും ഗർഭം ധരിച്ച സിൽ അവൻ തന്നെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയതും നിഷ്കാരണം അവനെ ബെഡിൽ വെച്ച് തന്നെ വകവരുത്തി കളഞ്ഞു. ഡോർ തകർത്ത പ്രിസ്റ്റൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും സിൽ റൂമിന്റെ ചുമർ തകർത്തുകൊണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. റൂമിൽ കയറിയ അവർക്ക് സ്റ്റീഫന്റെ ഡെഡ് ബോഡിയാണ് അവിടെ കാണാൻ സാധിച്ചത്. സിൽ സ്റ്റീഫനുമായിട്ട് ഇണ ചേർന്നെന്ന് മനസ്സിലാക്കിയവർ എത്രയും വേണ്ട അവളെ പിടികൂടാനായി അവൾ പോയ വഴിയെ തന്നെ അവളെ പിന്തുടർന്നു. ബേസ്മെന്റിലേക്കാണ് സിൽ പോയെന്ന് മനസ്സിലാക്കിയ സേവിയറും ടീമും ആയുധങ്ങളുമായി അതിനുള്ളിലേക്ക് പോയി. ഇരുട്ട് നിറഞ്ഞ ബേസ്മെന്റിനുള്ളിൽ സിലിനെ തിരഞ്ഞു പോയവർക്ക് ചില ഡെഡ് ബോഡികളാണ് കാണേണ്ടി വന്നത്. ബേസ്മെന്റിന്റെ ഉള്ളിൽ സിലിനെ കാണാഞ്ഞതുകൊണ്ട് അവൾ ഉറപ്പായിട്ടും ഡ്രെയിനേജ് ഹോൾ വഴി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതി അവർ 4 പേരും ഡ്രെയിനേജിന്റെ ഹോൾ വഴി താഴേക്ക് ഇറങ്ങി. ഡാനോട് സിൽ എവിടെയാണ് ഉള്ളതെന്നുള്ള ഏതെങ്കിലും തോന്നൽ വരുന്നുണ്ടോ എന്ന് സേവിയർ ചോദിച്ചു. അവൾ ഇവിടെ എവിടെയോ നമ്മളെയും കാത്തിരിക്കുകയാണെന്ന് ഡാൻ പറഞ്ഞു. ഇവർ 4 പേരും 4 ഡയറക്ഷനിലേക്ക് പിരിഞ്ഞ് സിലിനെ തിരയുന്നുണ്ട്. ഡ്രെയിനേജ് വാട്ടറിനുള്ളിൽ നിന്നും ആ ഏലിയൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് സേവിയറിനെ പിടികൂടി. എന്നിട്ട് അവനെയും കൊണ്ട് വെള്ളത്തിനുള്ളിലേക്ക് പോയി കളഞ്ഞു. സേവിയറിന്റെ നിലവിളി കേട്ട് എല്ലാവരും അവിടെ ഓടി എത്തിയപ്പോഴേക്കും അവിടെ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അവർക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വന്ന സേവിയറിന്റെ ഡെഡ് ബോഡിയെയാണ്. അതോടുകൂടി അവശേഷം 3 പേരും ഒരുമിച്ച് ആ ഏലിയനെ അന്വേഷിച്ച് അവിടമാകെ തിരഞ്ഞു. ഏലിയൻ ചുമരിലൊരു വിടവിനുള്ളിലേക്കാണ് പോയെന്ന് മനസ്സിലാക്കിയ ഡാൻ മറ്റ് 2 പേരെയും കൂട്ടി അതുവഴി അകത്തേക്ക് പോയി. ഇതിനിടയിൽ സിൽ ഒരു ആൺകുഞ്ഞിന് ജന്മവും നൽകി. മനുഷ്യക്കുഞ്ഞിന്റെ രൂപത്തിൽ ആ കുട്ടി ജനിച്ച ഉടനെ തന്നെ തന്റെ മുന്നിലൂടെ പോയ പെരിച്ചാഴിയെ തന്റെ നീളമേറിയ നാക്കുകൊണ്ട് പിടിച്ചകത്താക്കി. ഡാൻ ഒരുവിധം അവിടമാകെ തിരഞ്ഞ് സിലിന്റെ കുഞ്ഞിന്റെ അടുക്കലും എത്തി. അവൻ ആ കുഞ്ഞിനെ ഉപദ്രവിക്കാതെ തന്റെ കൂടെ വരാൻ കൈ നീട്ടിയതും ആ കുഞ്ഞ് ഏലിയൻ ഡാനെ ആക്രമിച്ച് താഴേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ആ കുഞ്ഞ് ഏലിയൻ തന്റെ ഒറിജിനൽ രൂപത്തിൽ ഡാനെ ആക്രമിക്കാൻ പാഞ്ഞു വന്നതും അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലെയിം ഗൺ കൊണ്ട് അതിനെ വകവരുത്തിയ ശേഷം തള്ളി താഴേക്ക് ഇട്ടു. ഡാന്റെ നിലവിളിയിട്ട് പ്രിസ്റ്റനും ലോറയും അങ്ങോട്ടേക്ക് ഓടി വന്നു. തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് സിൽ തന്റെ ഒറിജിനൽ രൂപത്തിൽ അവിടേക്ക് അലറിക്കൊണ്ട് പാഞ്ഞു വരുന്നുണ്ട്. വരുന്ന വഴിയിലാകട്ടെ അവൾ തന്റെ മുന്നിൽപ്പെട്ട പ്രിസ്റ്റനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ടെൻഡക്കിൾസ് കൊണ്ട് അവൾ അവന്റെ കഴുത്തിൽ ഒരു കുരുക്കിട്ട് വലിച്ചു പൊക്കി. ഏതൊക്കെ രീതിയിൽ ആ ടെൻഡക്കിൾസ് മുറിച്ച് അവളുടെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട പ്രിസ്റ്റന് നേരെ സിൽ അലറിക്കൊണ്ട് വീണ്ടും പാഞ്ഞു വന്നതും ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അവൾക്ക് നേരെ തുരതുരെ ഫയർ ചെയ്തു. വെടികൊണ്ട് അവൾ താഴെ കത്തിക്കൊണ്ടുവന്ന തീയിലേക്ക് ഒരു അലർച്ചയോടെ വീണു. തീയിലേക്ക് വീഴാതെ പിടിച്ചു കിടന്ന ഡാനെ പ്രിസ്റ്റനും ലോറയും കൂടി മുകളിലേക്ക് ഒരുവിധം പിടിച്ചു കയറ്റാൻ തുടങ്ങിയതും എല്ലാവരും മരിച്ചെന്ന് കരുതിയ സില്ലാകട്ടെ തീയിൽ നിന്ന് ചാടി വന്നു ഡാന്റെ കാൽ പിടുത്തമിട്ടു. അവൾ അവനെ പിടിച്ച് താഴെ തീയിലേക്ക് ഇടാൻ നോക്കുന്നുമുണ്ട്. ഒട്ടും സമയം പാഴാക്കാതെ പ്രിസ്റ്റൻ തന്റെ ഗണ്ണെടുത്ത് സിലിന്റെ തലയ്ക്ക് നേരെ പിടിച്ച് ഒറ്റ വെടി. അതോടുകൂടി സിലിന്റെ കഥ എന്നേക്കുമായി തീർന്നു. സിലിന്റെ കേസ് സോൾവ് ആയതും അവർ 3 പേരും അവിടെ നിന്ന് തിരികെ പോയി. അവിടെ അവശേഷിച്ചു കിടന്ന സിലിന്റെ ടെൻഡക്കിൾസ് കഴിച്ച ഒരു പെരിച്ചാഴിക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചത് തന്റെ കൂട്ടത്തിലുള്ള ഒന്നിനെ തന്നെ പിടിച്ചകത്താക്കി. ഈ ഒരു സീനോടുകൂടി സ്പീഷ്യസ് എന്ന മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഫിലിമിന് 2nd, 3rd പാർട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും കാണാം.